പെരിന്തൽമണ്ണ നഗരസഭയിലെ ഗതാഗതക്കുരുക്കിന്റെ കാര്യത്തിൽ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും ഒക്കെ കുപ്രസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ പെരിന്തൽമണ്ണയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമ്പോൾ ചെറിയ വാഹനങ്ങൾ, ആംബുലൻസ് ഒക്കെ പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോകാവുന്ന ഒരു മിനി ബൈപ്പാസ് എന്ന് തന്നെ പറയാം. ഈ ആശുപത്രിയുടെ സമീപത്ത് നിന്ന് ആരംഭിച്ച്, ദേശീയപാതയിൽ നിന്ന് ആരംഭിച്ച് ഊട്ടി റോഡിൽ അവസാനിക്കുന്ന ഒരു ചെറിയ ബൈപ്പാസ് ഉണ്ട്, ഹൗസിംഗ് കോളനി റോഡ്. ആ റോഡിലൂടെ ഇപ്പൊ പോയാൽ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വണ്ടി കുഴിയിൽ ചാടും. പലരും കുഴി ചാടി വണ്ടിക്ക് തകരാറ് സംഭവിക്കുന്നുണ്ട്. അപ്പോ ആ കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹുസൈന നാസറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവര് നേരത്തെ ആ വാർഡിലെ കൗൺസിലറായിരുന്നു, ഇപ്പോഴും അവിടെ അപ്പുറത്ത് കൗൺസിലറാണ്. ഈ ഈ കുഴിയിൽ ചാടി വാഹനങ്ങളെ അപകടത്തിൽപ്പെടുന്ന പതിവാകുന്നുണ്ട്. മാത്രമല്ല പലരുടെയും നടുവൊടിയുന്ന അവസ്ഥ ഉണ്ടാകും കുഴിയിൽ ചാടി. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? തീർച്ചയായും ഇതിന് നമ്മളൊരു പരിഹാരം കാണും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഈ റോഡിന്റെ കുഴി എടുക്കാനൊക്കെ നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ കാരണം കൊണ്ടാണ് അത് നീണ്ടു പോണത്. അപ്പൊ ഇന്ന് രാത്രി തന്നെ അവരോട് കുഴി അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടും അതിൽ വാഹനങ്ങൾ, നമ്മളൊരു മിനി ബൈപ്പാസ് റോഡായതുകൊണ്ട് അതിൽ നല്ലവണ്ണം വണ്ടികൾ പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇന്ന് രാത്രി തന്നെ അത് കുഴി അടക്കാനുള്ള പെർമിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ അത് ചെയ്യുന്നു ഉറപ്പാണ്. അല്ല, ഇന്ന് രാത്രി തന്നെ കുഴി അടയ്ക്കൽ ഉണ്ടായില്ലെങ്കിൽ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നാട്ടുകാരെല്ലാവരും കേട്ട് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കുഴി അടയ്ക്കൽ എന്ന സംഭവം നടന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക്? അങ്ങനെ സംഭവിക്കാമല്ലോ. കാരണം ഈ മഴ പറഞ്ഞുകൊണ്ടാണ് ഇത് നീണ്ടുകൊണ്ട് പോയത്. മാസങ്ങളായി ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കുഴിച്ചിട്ടേക്കാണ്. കുറെ കേബിൾ കുറെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. KCBയിൽ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ഒരു നാട്ടുകാരിൽ പലരും. അപ്പോൾ KCBക്ക് അതിലില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് എന്തോ ഓർഡർ വന്നതാണെന്ന് പറയുന്നു. എല്ലാം നല്ലതാ, വികസനമൊക്കെ വേണം. പക്ഷേ ഈ പെരിന്തൽമണ്ണ എല്ലാവർക്കും അറിയാമല്ലോ, ഗതാഗതക്കുരുക്കിന് കുപ്രസിദ്ധമായ നാടാണ് ഈ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും, ഇരട്ട നഗരങ്ങൾ. അവിടെ താൽക്കാലിക ആശ്വാസമാണ് ഇങ്ങനെ ചെറിയ മിനി ബൈപ്പാസ്. അത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇന്ന് രാത്രി തന്നെ കുഴിയൊക്കെ അടയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇത് നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മള് 2 മാസമായി. അപ്പോ വേറൊരു കുഴി എടുത്തപ്പോ അതിന്റെ ഇടയിൽ ഈ കരിങ്കല്ലിന്റെ പാറന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി അതിനൊരു പെർമിറ്റ് എടുത്തതാണ്. അപ്പോ അത് കൊടുത്തിട്ട് ഇപ്പൊ ഒരു 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതില് വണ്ടികൾക്കും ഒക്കെ അതിൽ കുഴി ചാടി ജനങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഇന്ന് രാത്രി തന്നെ അത് കുഴി അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് രാത്രി അടക്കുന്നതാണ്. ഈ കഴിഞ്ഞ LDF, അന്നും ഈ ഹുസൈന നാസർ ഇവിടുത്തെ കൗൺസിലറാണ്, LDF ഭരിച്ചിരുന്ന കാലത്ത് മനോഹരമായി നിർമ്മിച്ച, ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിച്ച ഒരു റോഡായിരുന്നു അത്. ഇപ്പോൾ ആ റോട്ടിൽ കൂടി പോകുമ്പോൾ ആ റോഡിൽ കുഴിയിലെങ്ങാൻ ചാടുമോ എന്ന് പേടിച്ചിട്ടാണ് പല ആളുകളും യാത്ര ചെയ്തത്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർ. ഇപ്പോൾ ഒരു ഓട്ടോക്കാരൻ കുറച്ചു നേരത്തെ മുമ്പ് ആ കുഴിയിൽ അടച്ചിട്ട് കുഴി ചാടിപ്പോയി, പാവം. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ പിന്നെ നാട്ടുകാരൊക്കെ വന്ന് ഉന്തി ഒക്കെയാണ് വാഹനം കയറ്റി വിട്ടത്. അപ്പോൾ ആ അവസ്ഥ ഇന്നത്തോടു കൂടി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാത്രി തന്നെ അത് ഓക്കെ. ഇപ്പൊ ഏതായാലും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹുസൈന നാസർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു, ഇത് ഇന്ന് രാത്രി ആ കുഴി അടച്ച് വാഹനം കടന്നു പോകാവുന്ന ഒരു ഇതിൽ ഗതാഗത യോഗ്യമാക്കും. ഹുസൈന നാസറിനോടൊപ്പം മറ്റ് കൗൺസിലർമാര്, പൊതുമരാമത്തിന്റെ മറ്റ് അംഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇവരൊക്കെ ഈ നാടിന്റെ ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും നാട്ടുകാർക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം എന്ന രീതിയിൽ, കൗൺസിലർ എന്ന രീതിയിൽ വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്. രാവിലെ വന്ന് വൈകുന്നേരം വരെ അവരുടേതായ വാർഡുകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഓടി നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ആവട്ടെ ജനപ്രതിനിധികൾ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ, ഏറ്റവും സീനിയറായ കൗൺസിലറാണ് നമ്മുടെ ഹുസൈന നാസർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ കൂടി ഏറ്റവും മുൻഗണന നൽകുന്ന, പ്രാധാന്യം നൽകുന്ന ഒരാളാണ് ഹുസൈന നാസർ. അപ്പോൾ മികച്ച രീതിയിൽ ഭരണം നടക്കട്ടെ. ഇതുപോലുള്ള വിഷയം വരുമ്പോൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെയും ഭരണം നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.